അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രഭാതത്തിലും പ്രദോഷത്തിലും 3 തവണ നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ് ബിസ്മില്ലാ അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാ, അല്ലാഹുവിൻ്റെ നാമത്തിൽ. അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, അള്ളാഹുവിൻ്റെ നാമത്തോടൊപ്പം ആകാശത്തിലും ഭൂമിയിലും ഒരു ദൊർറും ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. വഹുവ സമീഉൽ അലീം, അള്ളാഹു അവൻ സമീആണ്, അലീമാണ്, എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. പല ആളുകൾക്കും സുപരിചിതമായ ദിക്റാണ് ഇത്. 3 തവണ നമ്മൾ ആവർത്തിക്കാറുണ്ട്. ഈ പ്രാർത്ഥന ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു ഉപദ്രവവും നമ്മളെ ബാധിക്കുകയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാമ്പുകടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. മഴക്കാലമാണ്, വ്യത്യസ്തങ്ങളായ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ഇപ്പം എല്ലാ തരത്തിലുള്ള നുറുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ള പരിചയമാണ്, രക്ഷാകവചമാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. അദ്ദേഹത്തിൽ നിന്ന് മകൻ അബാൻ ഇബ്നു ഉസ്മാൻ അദ്ദേഹം കേട്ടു. അദ്ദേഹം ഈ ക്ലാസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു ഭാഗം തളർന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം. അപ്പോൾ വിദ്യാർത്ഥികളിൽ ഒരാൾ, ശ്രോതാക്കളിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ആ തളർന്ന കയ്യിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം നോക്കി നിൽക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, അള്ളാഹു തന്നെയാണ് സത്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എൻ്റെ ഉപ്പ കളവ് പറയുകയില്ല. അള്ളാഹു തന്നെയാണ് സത്യം, എൻ്റെ ഉപ്പയുടെ പേരിൽ ഞാനും കളവ് പറയുകയില്ല. ഈ ഒരു പ്രാർത്ഥന മറന്ന ദിവസത്തിലാണ് ഈ ഒരു പരീക്ഷണം എന്നെ ബാധിച്ചിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള വലിയ അനന്തരഫലങ്ങൾ ദിക്റുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആകാശ ഭൂമികൾക്കിടയിൽ എന്തെല്ലാം നുറുകളുണ്ടോ അത്തരം പരീക്ഷണങ്ങളെ തൊട്ടുള്ള കവചമാണ് ഈ ഒരു പ്രാർത്ഥന. ശീലമാക്കുക, നമ്മുടെ പതിവാക്കുക. മക്കളെ ഇത്തരം പ്രാർത്ഥനകൾ, ദിക്റുകൾ നമ്മൾ പഠിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.